ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഈ ആഴ്ച കുറച്ചധികം ന്യൂസ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ഹോളിവുഡിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ചും സീരീസുകളെക്കുറിച്ചും എല്ലാം തന്നെ. ആൻഡ് എടുത്തു പറയേണ്ട ഡൂംസ്റ്റേയുടെ കുറേ കാസ്റ്റ് നമുക്ക് എന്താണ് ലീക്ക് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ന്യൂസ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണേ. അപ്പോൾ എനിക്കറിയാം നമ്മൾ ആരുടെയും കയ്യിൽ കൂടുതൽ ടൈമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ സമയമൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ തന്നെ നമുക്ക് നേരെ നമ്മുടെ GTA 6 ട്രെയിലറിന്റെ വിശേഷങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗെയിം അവർ ഡിലേ ചെയ്ത് അടുത്ത വർഷം മെയ് 2026 മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്തായിരുന്നു നമുക്ക് റോക്ക്സ്റ്റാർ ഗെയിംസ് അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ 2 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു തന്നെ. സോ നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ ഈ ഒരു ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്ന തന്നെയാണ്. ആൻഡ് ട്രെയിലറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, നമുക്ക് DC പീസ് മേക്കറിൻ്റെ സീസൺ 2 ടെക്നിക്കലി സീസൺ 2 ആണ്, പക്ഷെ എന്നാലും ജെയിംസ് ഗണ്ണിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സീസൺ 1 നമുക്കൊരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാരണം ഈ ടെക്നിക്കലി പുതിയ DC യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ മൊത്തത്തിൽ നേരത്തെ നമ്മൾ കണ്ട സീസൺ 1 ഒരു ബന്ധമില്ലാതെയാണ് അവർ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ജെയിംസ് ഗൺ പറഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്ക് ഒരു സീസൺ 1 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്താണെങ്കിൽ നമുക്ക് കരുതാവുന്നത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ട്രെയിലറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഞ്ചറിങ്ങിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ദ ലാസ്റ്റ് റൈറ്റ്സിൻ്റെ നമുക്കൊരു ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രെയിലർ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതായത് പുതിയൊരു കോഞ്ചറിങ് ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡെവിൾ ഇൻ മീ, ആ സിനിമയുടെ അതേ ഡയറക്ടർ തന്നെയാണ് ഈ ഒരു സിനിമയും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. സോ എനിക്കറിയില്ല, എനിക്ക് ആ ഒരു പടം എനിക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്ന ജെയിംസ് വാൻ തിരിച്ച് ഈ ഫ്രാഞ്ചൈസിയിലേക്ക് ഇടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രെയിലേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് ലയൺസ് ഗേറ്റ് ഫിലിംസിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം അവരുടെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുണ്ടായിരുന്ന ഫ്രാഞ്ചൈസ് തന്നെയായിരുന്നു നൺ അതർ ദാൻ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോൺ വിക്കിൻ്റെ 5ാം ഭാഗം എന്താണെങ്കിലും നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു കൺഫർമേഷൻ ആ ഒരു സ്റ്റുഡിയോയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈവൻ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചാഡ് സദസ്കി നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണെങ്കിലും ജോൺ വിക്കിൻ്റെ 5ാം പാർട്ട് അവർ സ്റ്റാർട്ട് ചെയ്യാൻ എന്താണെങ്കിലും അവർ വിചാരിച്ചിരിക്കുക തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് ഇപ്പോൾ എന്താണ് നമുക്ക് ലഭിച്ചിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയുടെ റീഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അവർ സിൽവർ സഫറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവരെന്താണ് റീഷൂട്ട് ചെയ്യണുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ അപ്ഡേറ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഈ ഒരു റീഷൂട്ട് മോസ്റ്റ്ലി ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടെ അവരെന്താണ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഫിലിം ഇനി റിലീസ് ചെയ്യാൻ അധികമില്ല. വലിയ മേജർ ആയിട്ടുള്ളതൊന്നുമല്ല, ചെറിയ അവിടെയുള്ള സീൻസ് മേ ബി ചിലപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ആയിരിക്കും ഒരു റീഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. സോ തണ്ടർബോൾട്ട് സിനിമ അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പേര് മൊത്തത്തോടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫിലിം റിലീസ് ചെയ്തതിന് അല്ലെങ്കിൽ ഫിലിമിൻ്റെ അവസാനം എത്തുമ്പോൾ നമുക്കറിയാം അവരുടെ ടീമിന് പുതിയൊരു പേര് കൊടുക്കുന്നത് ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ പല പോസ്റ്റേഴ്സിൽ ഇപ്പോൾ നമ്മൾ ബുക്ക് ബൈ ഷോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ പേര് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ സിനിമയുടെ അവസാനം ബോബ് വിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഡൂംസ്ഡേയിൽ ലൂയിസ് പുൽമാൻ്റെ ആ ഒരു ക്യാരക്ടറായിട്ടുള്ള ബോബിനെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് നമുക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, ഈ അടുത്തിടയിൽ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ ഒരു പുതിയൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എൻ്റെ ലൈഫിലെ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണെന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരി ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല ബ്രീ ലാർസൺ ഉദ്ദേശിക്കുന്നത്, അതായത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയും ഡൂംസ്ഡേയിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം നമുക്ക് ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു ലിസ്റ്റ് ആക്ച്വലി ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് എന്താണെങ്കിലും അടുത്ത് തന്നെ നമുക്ക് സംസാരിക്കാം. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂംസ്ഡേക്കകത്ത് സ്പെസിഫിക്കലി ഒരു സീൻ ഉണ്ടാവും. അതായത് ഡോക്ടർ ഡൂമും മാഗ്നറ്റോയും തമ്മിട്ടുള്ളൊരു ഫൈറ്റ് ആയിരിക്കും നമുക്ക് ഡൂംസ്ഡേയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന വൺ ഓഫ് ദ ഒരു ബിഗ്ഗസ്റ്റ് ഫൈറ്റ് എന്നൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഡൂം മൾട്ടിവേഴ്സിൽ ട്രാവൽ ചെയ്തിട്ട് എക്സ്പാൻഡ് യൂണിവേഴ്സിൽ പോകുമായിരിക്കാം. ആൻഡ് നമ്മുടെ OG മാഗ്നറ്റോ ആയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യണമെന്നാണ് നമുക്ക് ഏകദേശം ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. അത് സംഭവിക്കുകയാണെങ്കിൽ കുറേ ഫാൻസ് അതിന് വേണ്ടിയിട്ട് തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത് തന്നെയാണ്. നല്ലൊരു ഫൈറ്റ് ആകും തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് തന്നെ. പിന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിനകത്ത് ചാർലി കോക്സ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡെയർഡെവിൾ സീരീസിനകത്ത് പുള്ളിക്കാൻ ഒരു സ്പെസിഫിക് എപ്പിസോഡ് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അത് ആ ഒരു റോബറിയുടെ എപ്പിസോഡ് തന്നെയായിരുന്നു. അത് ആക്ച്വലി ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ പുള്ളിക്കാൻ അതിൻ്റെ ക്രിയേറ്ററിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു എപ്പിസോഡ് നമുക്ക് സ്ക്രാപ്പ് ചെയ്യാം, ആ ഒരു എപ്പിസോഡ് വലിയ ഗുണമായിട്ട് അഭിനയിച്ചവ പോലും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെന്ന്. അത് സത്യം തന്നെയായിരുന്നു. കാരണം ആ ഒരു സീരീസിനകത്ത് നമ്മൾ നോക്കിയാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്പെസിഫിക് എപ്പിസോഡ് തന്നെയായിരുന്നു. സോ ചാർലി കോക്സിനോട് ചോദിച്ചിട്ട് അടുത്ത സീസണിലെ ചില എപ്പിസോഡ് ഷൂട്ട് ചെയ്യാം എന്നാണ് എനിക്ക് അതിനകത്തുള്ള ക്രിയേറ്റേഴ്സിനോട് പറയാനുള്ളത്. കാരണം അണ്ണൻ അത്യാവശ്യം നല്ല
നല്ല രീതിയിൽ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സീരീസ് ഇറങ്ങിയപ്പോഴും നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ജുറാസിക് വേൾഡിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള റീബർത്തിൻ്റെ ക്രിയേറ്റേഴ്സ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം പുതിയൊരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡൈനോസേഴ്സിൻ്റെ വേൾഡിലേക്ക് നമ്മൾ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ഞങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം സിനിമ ഇറങ്ങാൻ കുറച്ച് മാസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ അവർക്ക് മാക്സിമം ആ ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്തിരിക്കണമല്ലോ. അതായതെന്ന് പറഞ്ഞാൽ ഡൈനോസേഴ്സ് നമ്മുടെ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണേ, ഈ ഒരു ഒറ്റൊരു കൺസെപ്റ്റ് വെച്ചായിരുന്നു ഞങ്ങൾ ഈ ഒരു എൻറ്റയർ സിനിമ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തും ആയിക്കോട്ടെ, നല്ലൊരു ജുറാസിക് പാർക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആണ്. യെസ്, നമുക്ക് ഫൈനലി തോറിന്റെ 5ാമത്തെ സിനിമയെ കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് ക്രിസ് ഹെംസ്വർത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം മാർവലും അതുകൂടാതെ തന്നെ ക്രിസ് ഹെംസ്വർത്ത് ഇവർ രണ്ടുപേരും എന്താണെങ്കിലും അവർ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് തോറിന്റെ 5ാമത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ക്രിസ് ഹെംസ്വർത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ വെച്ച് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്തോ, പക്ഷേ ദയവ് ചെയ്ത് ടൈക്ക വൈറ്റൈറ്റിയെ വെച്ച് ഡയറക്റ്റ് ചെയ്യരുത്, എനിക്ക് മറ്റൊരു എന്താ പറയുക ലവ് ആൻഡ് തണ്ടർ ആക്കാൻ താല്പര്യമില്ല എന്നാണ് ക്രിസ് ഹെംസ്വർത്തിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് പുള്ളിക്കാരൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ക്യാൻസർ വെച്ച് ചാകാൻ കിടക്കുന്ന ഒരാളുടെ അടുത്ത് വരെ ചെന്ന് കോമഡി കാണിപ്പിച്ചിട്ടുള്ള ഡയറക്ടറാണ് ടൈക്ക വൈറ്റൈറ്റി. എനിക്ക് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ ഒരു സിനിമയെക്കുറിച്ച്. സോ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യുക എന്ന് മാത്രമേ ക്രിസ് ഹെംസ്വർത്തിന്റെ അഭ്യർത്ഥന. അത് നമുക്ക് എന്താണെങ്കിൽ നമുക്ക് ഓരോ ഫാൻസിനും നമുക്ക് അത് തന്നെ പറയാനുള്ളൂ എന്നാണ് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ ഡിസ്നിയുടെ ഹെഡ് ആയിട്ടുള്ള ബോബ് ഐഗർ പുള്ളിക്കാരൻ കുറച്ച് നാൾ മുമ്പ് വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായതെന്ന് പറഞ്ഞാൽ നമ്മൾ ചറപറ MCUവിനകത്ത് കണ്ടന്റ് ഇറക്കി സാച്ചുറേറ്റ് ചെയ്യാൻ എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ ക്വാണ്ടിറ്റി അല്ല എന്ന് പുള്ളിക്കാരൻ അന്ന് ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റീസെൻ്റ്ലി തണ്ടർബോൾട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഇനി വരാൻ പോകുന്ന MCUവിനകത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം ഞങ്ങൾ ക്വാണ്ടിറ്റി വേണ്ടെന്ന് വെച്ചേക്കുവാണ്, ഇപ്പോൾ നമ്മൾ ക്വാളിറ്റിയിൽ മാത്രമാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗമായിട്ടാണ് ഡെയർഡെവിൾ ബോൺ അഗൈൻ സീരീസും അതുകൂടാതെ തണ്ടർബോൾട്ട് സിനിമയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി വരാനൊരുക്കുന്ന സ്ലേറ്റിലേക്ക് നോക്കി എനിക്ക് നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇതേപോലത്തെ ക്വാളിറ്റി സാധനങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മുടെ ബോബ് അണ്ണൻ പറയുന്നത്. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതായത് മാർവൽ തിരിച്ചു വന്നോ ഇല്ലയോ, അതോ ഇനി നമ്മൾ കണ്ടിരിക്കണോ, ഡൂംസ്റ്റേക്ക് വരെ എത്തണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. സോ ഇനി നമുക്ക് നേരത്തെ ഡൂംസ്റ്റേയുടെ ആ ഒരു ലീക്ഡ് ആയിട്ടുള്ള കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. മോസ്റ്റ്ലി അതായത് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടീസർ ലഭിച്ചപ്പോൾ നമുക്ക് ഒത്തിരി അധികം ആൾക്കാർ നമുക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു. അത് കണ്ടിരുന്നപ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാർ പ്രതീക്ഷ തന്നെയാണ്, അയ്യോ ഇവരൊക്കെ എവിടെ പോയി എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു ലീക്ക് ആയിട്ടുള്ളതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. മോസ്റ്റ്ലി ചിലപ്പോൾ ഈ പറഞ്ഞ കാസ്റ്റിനെ അവർ ഹൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന കോമിക്കോണിനകത്ത് അവർ കുറച്ചും കൂടി പ്രസൻറ്റ് ചെയ്യുമായിരിക്കാം എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അടുത്തിടയിൽ കുറേ റൂമേഴ്സ് കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് എടുത്തിട്ട് ഇത് നിങ്ങൾ വിശ്വസിക്കാവുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഷാറൂഖ് ഖാൻ മാർവൽ യൂണിവേഴ്സിലേക്ക് പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു, ആ ഒരു റൂമർ ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഷാറൂഖ് ഖാൻ ഡോക്ടർ ഡൂമിൻ്റെ ഒരു വേരിയൻ്റ് ആയിരിക്കും. അതായത് ഈ ഒരു മൾട്ടിവേഴ്സിനകത്തുള്ള വേരിയൻസ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഷാറൂഖ് ഖാൻ ഡോക്ടർ ഡൂമിൻ്റെ ഒരു വേരിയൻ്റ് ആയിരിക്കും. ആൻഡ് ഷാറൂഖ് ഖാനും RDJയും തമ്മിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടാവും. അതിനകത്ത് RDJ ഷാറൂഖ് ഖാൻ്റെ ഡോക്ടർ ഡൂമിനെ തോപ്പിക്കുന്നു. അങ്ങനെ ഏതാണ്ടൊക്കെയാണ് നമുക്ക് ആ ഒരു റൂമേഴ്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഇത് എത്രത്തോളം സത്യമാണെന്നുള്ളതെന്ന് നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചയായിട്ട് നമ്മൾ ആക്ച്വലി പല റൂമേഴ്സിലേക്ക് നമ്മൾ നോക്കിയാൽ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു റൂമർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാനൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് നേരെ ആ ഒരു ലീക്ക് ആയിട്ടുള്ള കാസ്റ്റ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിഞ്ഞേക്കണം. ഒന്നാമത്തത് ഹൾക്ക്, പിന്നെ ക്യാപ്റ്റൻ മാർവൽ, പിന്നെ ക്യാപ്റ്റൻ കാർട്ടർ തിരിച്ചു വരുന്നുണ്ട്, വാർ മെഷീൻ, ഹോക്കൈ, മിസ് മാർവൽ, മോണിക്ക റാംബോ, ആഡം വാർലോക്ക്, നമ്മുടെ സ്വന്തം സിൽവി തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ആരും വിളിക്കാതെയാണെങ്കിലും തിരിച്ചു വന്നിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ഷീ ഹൾക്ക്. പിന്നെ വണ്ടർമാൻ്റെ ട്രെയിലറെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരിത് ഇറങ്ങിക്കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണ് ഈ വണ്ടർമാൻ എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ അത് OG ജീൻ ഗ്രേ, ആ ഒരു OG ജീൻ ഗ്രേ ഇതിനകത്ത് തിരിച്ചു വരുന്നത് തന്നെയായിരിക്കും. പിന്നെ സ്ട്രോം, സ്റ്റാർ ലോർഡ്, നിക് ഫ്യൂറി, ഡോക്ടർ സ്ട്രേഞ്ച്, പിന്നെ നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ അമേരിക്ക ക്രിസ് ഇവാൻസ്. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടായിരിക്കില്ല ക്രിസ് ഇവാൻസ് തിരിച്ചു വരുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. കാരണം നമുക്കിപ്പോൾ വേറെ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്, ക്യാപ്റ്റൻ ഫാൽക്കൺ അമേരിക്ക ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ആ ഒരു ടൈം ലൈനിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക വയസ്സാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ക്രിസ് ഇവാൻസ് മോസ്റ്റ്ലി ഒരു വില്ലൻ്റെ ക്യാരക്ടറായിട്ട് ആയിരിക്കും തിരിച്ചു വരുന്നതെന്നാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ലീക്ക്ഡിനകത്ത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവർ മാത്രമല്ല വേറെയും കുറേ
കുറേ മിനിയൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണേ. ആദ്യം ഇത് മിക്കവാറും കോമിക് കോണിനകത്ത് അനൗൺസ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലുള്ള ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. ഇതിനകത്ത് നിങ്ങൾ ഏതൊരു ന്യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു, ഏതൊരു ക്യാരക്ടേഴ്സ് തിരിച്ചു വരുന്ന കാണാനാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.